ഞാനൊരു കാര്യം 4 തവണ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു സാർ, അത് വിട്ടേക്കോ. കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം. ഇല്ല വേണ്ട, ഞാനല്ലോ ഇടപെട്ടത്. അത് ഒരു ജനാധിപത്യ മര്യാദ വേണ്ട ഒരു ചർച്ചയിൽ. അത് പറഞ്ഞോളൂ. അല്ല, എത്ര തവണ ഒരു കാര്യം പറയാൻ ശ്രമിച്ചു? എത്ര തവണ? അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ 3 പേരും സമ്മതിച്ചതിന് ശേഷമാണ് 4 തവണ ഞാനത് ഉന്നയിക്കാൻ. ആയിക്കോട്ടെ സാർ. ഓക്കെ, അല്ല അന്നേരം ആയിരുന്നില്ല. ഞാൻ പറയാൻ ശ്രമിച്ചത്, അങ്ങ് പറഞ്ഞു ആരോഗ്യ മേഖല, ഇപ്പൊ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് എത്ര പ്രശ്നമുണ്ട്, ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, അതായിരിക്കേണ്ട ഒരു സർക്കാരിന്റെ പ്രയോറിറ്റി. ഇതല്ല പ്രയോറിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നങ്ങ് പറഞ്ഞു. സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രകടന പത്രികയിലൂടെയും ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെയും പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. അവരുടെ ആദ്യ പ്രഖ്യാപനം എന്ന് അത് വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടാണ് അവർ അധികാരത്തിൽ വന്നത്. അപ്പോൾ അതിന്റെ പ്രയോറിറ്റി ഇന്നതായിരിക്കണം. അവർ പറഞ്ഞ പ്രയോറിറ്റിക്ക് കിട്ടിയ വോട്ടിലാണ് അവർ അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിൽ അതിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാം. അങ്ങനെയല്ല, വേണ്ട. ആ പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് ആ പ്രയോറിറ്റിയിൽ വരുത്തുന്ന വീഴ്ചകൾ പറയാതിരിക്കാനല്ല. ഇതിൽ വീഴ്ചയല്ലല്ലോ, അതല്ല പ്രയോറിറ്റി എന്നല്ലേ പറഞ്ഞത്. അതല്ല പ്രയോറിറ്റി എന്നാ പറഞ്ഞത്. അതല്ല പ്രയോറിറ്റി. ആ പ്രയോറിറ്റി നടപ്പിലാക്കുമ്പോ പഠിച്ചിരുന്നോ? അല്ല, അതല്ല പ്രയോറിറ്റി എന്നാ പറഞ്ഞത്. ആ കാര്യം അങ്ങ് ഉന്നയിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല ഡോക്ടർ അരുൺകുമാർ. അല്ല, അത് അങ്ങ് ഉന്നയിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല. എന്റെ വിയോജിപ്പ് എവിടെയായിരുന്നു? അതല്ല പ്രയോറിറ്റി എന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് ജനാധിപത്യ ഉണ്ടാവുമല്ലോ. അപ്പൊ അതല്ല പ്രയോറിറ്റി എന്ന് അങ്ങ് പറഞ്ഞെടുത്താണ് ഞാൻ പറഞ്ഞത് ഇന്നതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. കേരളത്തിന്റെ പ്രയോറിറ്റി ആണ് എന്ന് ഈ പ്രയോറിറ്റിയാണ് ഞങ്ങളുടെ നയമെന്ന് പറഞ്ഞത്. ഇത് കേരളത്തിന്റെ പ്രയോറിറ്റി എന്നല്ല സാർ. ഈ മേഖലയിലെ വികസനങ്ങളാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പ്രകടന പത്രികയിൽ സർക്കാർ വന്നത്. സർക്കാർ വന്നപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച ജനങ്ങൾക്ക് അതായിരിക്കണം പ്രയോറിറ്റി. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു? സർ, ഞാൻ ചോദിക്കട്ടെ, അവർ പഠനം നടത്തിയോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയട്ടെ, ഇതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്നല്ലേ അവർ പറഞ്ഞത്. അത് അവരല്ലേ പറഞ്ഞത്. ഞാൻ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങ് ഉന്നയിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല പ്രയോറിറ്റി കേരളത്തിന്റെ പ്രയോറിറ്റി എന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളുടെ വികസന നയത്തിലെ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രയോറിറ്റി ഈ വിഭാഗങ്ങൾക്കും ഈ മേഖലയ്ക്കുമാണ്. എന്ത് സർക്കാർ ഇന്ന് ആ രാഷ്ട്രീയ പാർട്ടി പ്രകടന പത്രികയിൽ എഴുതി വെച്ച തിരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിൽ വരുമ്പോൾ അതല്ലായിരുന്നു ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു പക്ഷേ വേണമെങ്കിൽ പിന്നിൽ അദ്ദേഹം വേണമെങ്കിൽ കേൾക്കാം. ഇതല്ല, അത് പിഴച്ചെന്നല്ല. ആ പിഴവങ്ങ് ഞാൻ കേട്ടു ഡോക്ടർ ഹരികുമാർ, ഞാൻ വളരെ ബഹുമാനത്തോട് കൂടി കേട്ടു. അതിലെ പിഴവുകളെ അങ്ങ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ കേട്ടു. അതല്ല പ്രയോറിറ്റി എന്ന് പറഞ്ഞെടുത്താണ് ഞാൻ പറഞ്ഞത്. ഘടകവിരുദ്ധതയാണ് പറയുന്നത്. ഒറ്റ കാര്യം പറയും അത്, കേരളത്തിൽ സർക്കാർ ബസ്സുകളിൽ KSRTC ബസ്സുകളിൽ യാത്ര ഇല്ലാത്തത് കൊണ്ടാണ്, സൗജന്യ യാത്ര ഇല്ലാത്തത് കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്ന ഒരു പഠനം പറയും. ഇന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല, പിന്നെ അത് എങ്ങനെ അതുമായി ഈ വാദം അങ്ങ് നേരത്തെയും പറഞ്ഞില്ലേ? പറയൂ, അങ്ങ് ഈ കാര്യം നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ എതിർത്തോ? ഇല്ല, ഞാൻ എതിർത്തില്ല. അതിലെ പിഴവുകൾ ഉണ്ടെന്ന് ഞാനും പറഞ്ഞു. ആ പിഴവുകളെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല ഡോക്ടർ ആ കാര്യം അങ്ങ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല പിഴവുകൾ ഉണ്ടാകും, പക്ഷെ ഇതല്ല സർക്കാരിന്റെ പ്രയോറിറ്റി ആകേണ്ടതെന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ സർക്കാരിന്റെ നയം ആ സർക്കാർ തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്ത് അതിന് വോട്ട് ചെയ്താണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. അതല്ല നടപ്പിലാക്കേണ്ടതെന്ന് അങ്ങ് പറയുന്നത് ശരിയല്ല. മാത്രമല്ല, ഈ പറയുന്ന പ്രാദേശികമായ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ജനാധിപത്യത്തിൽ. ഈ പറയുന്ന ഞാനൊന്ന് തടസ്സപ്പെടുത്താതെ പറയട്ടെ. മാത്രമല്ല, ഇനി ഈ പറയുന്ന പ്രാദേശികമായ അസന്തുലിതാവസ്ഥ അത് പരിഹരിച്ചിട്ട് വേണം ഇത് നടപ്പിലാക്കാൻ. അപ്പൊ എന്ത് പറയും സർക്കാർ? അതിനു വേണ്ടിയിട്ട്, അത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സൂത്രപ്പണികൾ കാണിക്കുന്നു. അതുകൊണ്ട് ഇനി വയനാടും മലപ്പുറവും അടക്കമുള്ള മേഖലകളിൽ തിരുവനന്തപുരത്തിനൊപ്പം സർവീസുകൾ നടത്തിയിട്ടേ ഇനി ഇത് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ ഇടപെട്ടില്ലേ? മാധു പറഞ്ഞ 2 പോയിന്റ് പൊളിഞ്ഞെടുങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, തിരുവനന്തപുരം കേൾക്കൂ. ഇതാ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ബഹളം വയ്ക്കല്ലേ. പ്രയോറിറ്റി എന്തുകൊണ്ടാണ് ഈ സർക്കാർ നിശ്ചയിച്ചതിൽ പിഴവ് പറ്റിയത്? ഇത് പ്രയോറിറ്റി അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഇങ്ങനെ ഇത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റിയാണ് എന്ന് അടിസ്ഥാനപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു പഠനം മാധുവിന്റെ ഏതെങ്കിലും ജേർണലിസ്റ്റിക് റീഡിങ്ങിൽ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥാപനങ്ങൾ നടത്തിയത് കേരളത്തിലെ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യാത്തത് കൊണ്ട് സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത്? സൗജന്യ യാത്രയാണ് കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന നമ്പർ 1 വിഷയം.
നോക്കൂ, 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പ്രൊഫസർ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബാങ്ക് ജീവനക്കാരനോ നാളെ KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യുകയും കൂലിപ്പണിക്കാരൻ നാളത്തെ ഒരു വരുമാനം 600-700 രൂപ ഒരു ദിവസം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് പൈസ കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന അസന്തുലിതാവസ്ഥ ഞാനിവിടെ സൂചിപ്പിച്ചു. ഭിന്നശേഷിക്കാരൻ്റെ അസന്തുലിതാവസ്ഥ, റീജിയണൽ ഇംബാലൻസസ്, ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നമ്പർ 1 പ്രയോറിറ്റി ആയിട്ട് എടുക്കുക? ഇത് ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു? ഇതൊരു കോപ്പി പേസ്റ്റ് അല്ലേ? ഇത് നിങ്ങൾ ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പഠനം പറയൂ, ഒരു പഠനം പറയൂ. ഇത് കേരളത്തിൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹികമായിട്ടുള്ള സുരക്ഷയുടെ പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പഠനം പറയൂ. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പ്രയോറിറ്റികൾ ഫിക്സ് ചെയ്യാൻ. അതുകൊണ്ടാണ് എൻ്റെ ആർഗ്യുമെന്റ്, ഇതല്ല കേരളത്തിൻ്റെ നമ്പർ 1 പ്രയോറിറ്റി. എന്നാൽ ഇത് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ എങ്ങനെ തീരുമാനിക്കണം? ഇനി കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിന് ആ വിവേചനം ഉണ്ടാവരുത്, റീജിയണൽ ഇംബാലൻസസ് ഉണ്ടാവരുത്. റീജിയണൽ ഇംബാലൻസ് ഉണ്ടായി, അതാണ് രണ്ടാമത് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മൂന്നാമത്, സാമൂഹിക നീതിയാണ് വിഷയമെങ്കിൽ ഇവിടെ കൂട്ടുപിടിക്കേണ്ട മനുഷ്യരുണ്ടായിരുന്നു. അതിൽ സാമ്പത്തികമായിട്ടുള്ള മാനദണ്ഡം ഒരു ഘടകമാകണം, ഭിന്നശേഷി മാനദണ്ഡമാകണം. അതാണ് പ്രയോറിറ്റി നിശ്ചയിച്ചതിൽ പിഴവ് പറ്റി. ഇതല്ല പ്രയോറിറ്റി എന്ന് പറയാനുള്ള കാരണം അതാണ് എൻ്റെ ആർഗ്യുമെന്റ്. ഇപ്പോഴും ശരി, കഴിഞ്ഞോ? പൊളിഞ്ഞടങ്ങി കഴിഞ്ഞായിരുന്നോ? എവിടെ കിടക്കണേ? കാണട്ടെ. ഇനി മാധു പറയാണ്, ഈ തിരുവനന്തപുരം മലപ്പുറം കൂടി കഴിഞ്ഞിട്ട് ഇത് നടപ്പാക്കാൻ പാടുള്ളൂ. അതാണ് സാർ ഈ പ്രയോറിറ്റിയുടെ പ്രശ്നം. കഴിഞ്ഞോ? പൊളിച്ചടക്കി കഴിഞ്ഞോ? പൊളിച്ചടക്കി കഴിഞ്ഞോ? പറഞ്ഞു. ശരി, ഇനി ഞാൻ പറയാം. എൻ്റെ അഭിപ്രായത്തിന് മറുപടി പറയേണ്ട ബാധ്യതയെ എനിക്കുള്ളൂ. ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടുന്ന ബാധ്യത എനിക്കില്ല. അത് അങ്ങയുടെ അഭിപ്രായമായി കാണാനുള്ള ജനാധിപത്യ ബോധം എനിക്കുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായത്തിന് അങ്ങൊരു ചോദ്യം ചോദിച്ചാലേ മറുപടി പറയേണ്ടതുള്ളൂ. അങ്ങ് പറഞ്ഞ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല, ഒന്നാമത്തെ കാര്യം. ഇനി ഞാനൊരു കാര്യം പറയുമ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പൊളിഞ്ഞടുങ്ങി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് ഓരോരുത്തരുടെയും അഭിപ്രായം പറയാനുള്ള വേദിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എൻ്റെ അഭിപ്രായം എന്തായിരുന്നു? ഞാൻ പറഞ്ഞത്, ഈ പാർട്ടി, അതായത് കോൺഗ്രസ്, തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതാണ് ഞങ്ങൾ പ്രയോറിറ്റി നൽകി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞു. അതിനുശേഷം ഇവിടെ പ്രകടന പത്രിക നടപ്പിലാക്കി. സ്വാഭാവികമായും ആ പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് സാമാന്യ ബുദ്ധിയിൽ ഇതാണ് ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്നൊരു ബോധ്യമുണ്ടാകും. അതിനവർ വോട്ട് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റു മേഖലകൾ സ്വാഭാവികമായും വനമേഖലയടക്കം വന്യജീവി പ്രശ്നമടക്കം എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്ന് എന്ന നിലയ്ക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത തരത്തിൽ 100% മനസ്സും സംവിധാനവും അർപ്പിക്കേണ്ട പദ്ധതികൾ ധാരാളം ഇവിടെയുണ്ട്. പക്ഷേ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ കാര്യങ്ങളാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ ജനകീയ അംഗീകാരമായിരുന്നു അവർക്ക് കിട്ടിയ ജനവിധി എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം എന്നതാണ്. ഇനി വേറെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതല്ല കേരളത്തിന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, അങ്ങ് പറഞ്ഞ കാര്യവും അതിനപ്പുറമുള്ള കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാരും മന്ത്രിയും മാറിയിട്ടില്ല എന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. അതിൽ നമുക്ക് എല്ലാവർക്കും വിരുദ്ധാഭിപ്രായമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഈ പറയുന്ന ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നത്തെക്കാൾ എന്തെങ്കിലും കുറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നമാണ് വന്യജീവികൾ ആന ചവിട്ടിക്കുന്ന മനുഷ്യൻ മരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അത് പ്രയോറിറ്റിയാണ്. അത് നടപ്പിലാക്കിയിട്ട് മതി ആരോഗ്യ രംഗത്തെ പ്രശ്നം പരിഹരിക്കാൻ എന്നങ്ങ് വിചാരിക്കുമോ? ഇല്ല. അങ്ങ് വിചാരിക്കുമോ? അങ്ങ് വിചാരിക്കുമോ? അല്ല, അത് മാത്രമേ ഞാൻ പറയട്ടെ, ഇപ്പൊ കേരളത്തിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഹിതവും ഇവിടെയാണ് ചെലവാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സർക്കാർ ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു, അതുമായി ബന്ധപ്പെട്ട് പണം അനുവദിക്കാൻ തീരുമാനിച്ചു. ഇത് നേരത്തെ സ്മൃതി മാഡം ഡീൽ ചെയ്ത വിഷയമാണ്. എനിക്കിത് ഇതിന് മറുപടി പറയാൻ ഞാനില്ല. അപ്പോ ഇപ്പൊ ഇതിന് മറുപടി പറയാൻ ഞാൻ അതായത് സർക്കാർ ഒരു പ്രയോറിറ്റി തീരുമാനിക്കുകയും സർക്കാർ അത് പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അത് ആദ്യഘട്ടമാണെന്ന് സർക്കാർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിനെ അംഗീകരിക്കാം. വേണമെങ്കിൽ ഈ ഇലക്ഷന്റെ സമയത്ത് ഈ പറയുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച സമയത്തുണ്ട് ഓർഡിനറി ബസ്സിൽ മാത്രമാണ് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന് ശക്തമായ എതിർപ്പ് വന്നേനെ. ഇവർ ഓർഡിനറി ബസ് എന്താണ് നടപ്പിലാക്കിയത്? കേരളത്തിലെ KSRTCയിൽ മുഴുവൻ സൗജന്യ യാത്രയാണ്. അതിനകത്ത് പക്ഷപാതമില്ല. കാരണം KSRTC കയ്യിലുള്ള ബസ്സുകൾ മാത്രമല്ലേ പരിപാടി നടത്താൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് സംഭവിച്ചു? അവിടെ പക്ഷപാതമില്ലായിരുന്നെങ്കിലും ഇപ്പം പക്ഷപാതം കൊണ്ടുവന്നു. എവിടെ പക്ഷപാതം? അതാണ് നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ പ്രയോറിറ്റി നിശ്ചയിക്കുന്നത് ഞങ്ങളല്ല തീരുമാനിക്കുന്നത്. അങ്ങനെ നിശ്ചയിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണോ പ്രഖ്യാപിച്ചത് അതാണ് നടപ്പിലാക്കുന്നതാണ് പ്രയോറിറ്റി. അല്ല, അതിൻ്റെ അകത്ത് പകുതി എടുത്ത് നടപ്പിലാക്കിയാൽ അതിന് പക്ഷപാതം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കും അല്ലേ? അല്ലെങ്കിൽ KSRTCയിൽ മുഴുവൻ എല്ലാ ബസ്സുകളിലും ഫ്രീ യാത്ര അനുവദിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ നടപ്പിലാക്കുന്നത് വളരെ കുറഞ്ഞ ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കി. ഇതിൽ പക്ഷപാതം ഞങ്ങളല്ല തീരുമാനിക്കുന്നത് പറയുന്നത് അത് ചോദിക്കാൻ പാടില്ല. കാര്യം കൂടി പറയാനുണ്ട്. 43% ബസ്സുകൾ 10 വർഷത്തിന് മേൽ കാലാവധി കഴിഞ്ഞതായിരുന്നു. അതും കൂടി പ്രശ്നമുണ്ട്. ഈ ഓർഡിനറി ബസ്സുകളിൽ 43%. ഈ 80 കോടി ഉണ്ടായിരുന്നു. 80 കോടി ഒരു മാസം എന്ന് പറഞ്ഞാൽ 15 വർഷം കഴിഞ്ഞാൽ ഡീസൽ ബസ്സുകൾക്ക് ഓടാനാവാത്ത സാഹചര്യമുണ്ട് എന്നതുകൂടിയാണ്. അപ്പോൾ ഇനി ബസ്സുകൾ പുതുതായിട്ട് വാങ്ങണം, പുതുതായിട്ട് ബസ്സുകൾ വാങ്ങണം, ഈ പറയുന്ന റീജിയണൽ ഇംബാലൻസസ് ഒക്കെ പരിഹരിക്കണം എന്നുള്ളതാണ്. അതാണ് എൻ്റെ ആർഗ്യുമെന്റ്. Meet the editors.